ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തെല്ലാമാണ് വിശേഷങ്ങൾ? 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അറബിക് ബൂസ്റ്ററിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അഹ്ലൻ 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 വസഹല. നിങ്ങളൊക്കെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് വിടൂ. നിങ്ങളുടെ പേരും സ്കൂളിൻ്റെ പേരും ഒന്ന് ടൈപ്പ് ചെയ്ത് വിടൂ. സാറിനൊന്ന് അറിയാമല്ലോ. ഓക്കെ, എന്തെല്ലാമാണ് വിശേഷങ്ങൾ? നിങ്ങൾ ഇതുവരെയുള്ള പരീക്ഷകളൊക്കെ ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ട്, വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്നാണ് സാറിന് മനസ്സിലായത്. ശരിയല്ലേ? അറബിക് പരീക്ഷ നമുക്ക് വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എ ഗ്രേഡ് വാങ്ങാൻ സാധിക്കും. എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടും. എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടും. നമുക്ക് അറബിക്കിൽ വേഗം തന്നെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ? നമ്മുടെ പുസ്തകം ഉണ്ടോ? നിങ്ങളുടെ അടുത്ത് പുസ്തകം ഉണ്ടോ? പുസ്തകം എടുക്കൂ. പിന്നെ നോട്ട് ബുക്ക് എടുത്ത് വെക്കൂ. നോട്ട് ബുക്ക് ഉണ്ടോ? പെന്നുണ്ടോ? ഓക്കെ, കലം എടുത്തോ? കിതാബ് എടുത്തോ? ദഫ്തർ എടുത്തോ? എടുത്ത് നോക്കൂ. ഓക്കെ, സാറ് ഇതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അതുകൂടി നിങ്ങളൊന്ന് കാണണേ. ഓക്കെ, ഇതിൽ നമുക്ക് 11ാമത്തെ പേജ് നോക്കൂ. ആദ്യം നമുക്കൊരു ബയാനുണ്ട് അല്ലേ? ഫസ്റ്റ് നമുക്കൊരു കറിയത്തി എന്നുള്ളൊരു ബയാൻ വന്നിട്ടില്ലേ? ആ ബയാനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 11ാമത്തെ പേജിൽ മുഫ്രദ് പഠിക്കാനുണ്ട്, ജംഅ് പഠിക്കാനുണ്ട് അല്ലേ? നമ്മൾ 3ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. മുഫ്രദ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഏകവചനം അല്ലേ? മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം. ജംഅ് എന്ന് പറഞ്ഞാൽ എന്താ? ബഹുവചനം അല്ലേ? ഏകവചനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ അതൊന്നല്ലേ ഉള്ളൂ. അപ്പം മൊബൈലുകൾ അല്ലേ? മൊബൈലുകൾ. പെന്ന്, പേനകൾ അല്ലേ? വാഹനം അല്ലേ? വാഹനം, വാഹനങ്ങൾ. മരം, മരങ്ങൾ. മരം എന്നുള്ളത് മുഫ്രദാണ്, ഒരു മരമല്ലുള്ളൂ. മരം എന്ന് പറയുമ്പോൾ, മരങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മരമാണോ ഉള്ളത്? അല്ല, കൂടുതൽ മരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മരം എന്നല്ല പറയാം, മരങ്ങൾ എന്ന് പറയും അല്ലേ? അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ജദ്വൽ അല്ലേ? നമ്മുടെ പാഠത്തിൽ വന്നിരിക്കുന്ന വാക്കുകളുടെ മുഫ്രദാണ് ഇവിടെ കൊടുത്തത്. അതിന്റെ ജംഉം പരീക്ഷയ്ക്ക് ചിലപ്പോൾ മുഫ്രദ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ എന്ത് എഴുതണം? ജംഅ് എഴുതണം. ചിലപ്പോൾ ജംഅ് അവിടെ കൊടുത്തിട്ടുണ്ടാവും, മുഫ്രദ് എന്ത് ചെയ്യണം? എഴുതണം. അപ്പൊ ജദ്വൽ ഒരു തോട് അല്ലേ? ജദാവിൽ കുറെ തോടുകൾ അല്ലേ? ബിർ എന്ന് പറഞ്ഞാൽ ഒരു കിണർ. ആബാറുൻ എന്താണ്? ആബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിണറുകൾ അല്ലേ? കിണറുകൾ. ഓക്കെ, ഹദീഖത്തുൻ തോട്ടം. ഹദീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തോട്ടമാണ്. ഹദായിഖുൻ അല്ലേ? തോട്ടങ്ങൾ. ബൈത്തുൻ വീട്. ബുയൂത്തുൻ വീടുകൾ. സഹറുൻ പൂവ് അല്ലേ? പൂക്കൾക്ക് എന്താ പറയാ? അസ്ഹാർ. അറസുൻ ചെടി. അറാസ് ചെടികൾ. ഷജറത്തുൻ ഒരു മരം. അഷ്ജാർ മരങ്ങൾ അല്ലേ? ഹയവാൻ മൃഗം. ഹയവാനാത്ത് മൃഗങ്ങൾ. ത്വാഇറുൻ തുയൂർ അല്ലേ? ത്വാഇറുൻ പക്ഷി. തുയൂർ എന്ന് പറഞ്ഞാലോ പക്ഷികൾ. ഓക്കെ, നബാത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ? ചെടി. നബാത്ത് എന്നുള്ളതിന്റെ ജംഅ് എന്താ? നിങ്ങളൊന്ന് കമന്റ് ബോക്സിലിടൂ. ഓക്കെ, പറയൂ, കമന്റ് ബോക്സിലിടൂ. ഇനി അതിന്റെ താഴെ കൊടുത്തിരിക്കുന്നത് നോക്കൂ നിങ്ങൾ. സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് അത്? പൂരിപ്പിക്കുകയാണ്. അതൊരു ബയാനാണ്. ഈ ബയാൻ പഠിച്ചിട്ട് നിങ്ങൾ ബയാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയണ്ടേ? അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലേ? ഓക്കെ, ഡാഷ് നെഹ്റുൻ ഫി വസ്തിൽ കറിയ. നെഹ്റ് പുഴ. ഫി വസ്തിൽ കറിയ എന്താണ്? ഗ്രാമത്തിന്റെ നടുവിലൂടെ ഈ പുഴ എന്ത് ചെയ്യുന്നു? യജ്രി ഒഴുകുന്നു അല്ലേ? യജ്രി എന്ന് പറഞ്ഞാൽ എന്താ? ഒഴുകുന്നു. യജ്രി എന്ന് പറഞ്ഞാൽ യജ്രി എവിടെ? പുസ്തകത്തിലുണ്ടല്ലോ. യജ്രി എന്ന് എഴുതുമ്പോൾ ഒരു യാ ഉണ്ടല്ലേ അവിടെ? ഓക്കെ, ഇനി അടുത്തത് ഡാഷ് അൽ ഹയവാനാത്തു മൃഗങ്ങളും വത്തുയൂറു പക്ഷികളും മിനൻ നെഹ്രി പുഴയിൽ നിന്ന് എന്ത് ചെയ്യാന്നവര്? പുഴയിൽ നിന്ന് വെള്ളം കുടിക്കുന്നു അല്ലേ? തഷ്റബു വെള്ളം കുടിക്കുന്നു. ശരിബ കുടിച്ചു. തഷ്റബു കുടിക്കുന്നു. ഓക്കെ, ഇനി എന്താണ്? ഡാഷ് അന്നാസു ജനങ്ങൾ അല ലഫത്തിൻ നെഹ്രി പുഴയുടെ തീരത്ത് ആളുകളൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ ഇരിക്കുകയാണ് അല്ലെ? വിശ്രമിക്കുകയാണ്. എന്താ പറയുക? വിശ്രമിക്കുന്നു.
യസ്തരീഹു അല്ലെ, യസ്തരീഹു അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, യസ്തരീഹു. ഇനി അടുത്ത പേജ് നോക്കൂ, അടുത്ത പേജിലും എന്താണുള്ളത്? 12ാമത്തെ പേജില് ഹാദ ഹാദിഹി. ഹാദ എന്ന് പറഞ്ഞാൽ ഇത് അല്ലെ, ഹാദിഹി ഇത്. പക്ഷെ എന്താണ് വ്യത്യാസം? ഹാദ മുഹമ്മദ്, ഹാദ സിനാൻ, ഇത് സിനാനാണ് അല്ലെ. സിനാൻ എവിടെ? ഹാദ സിനാൻ, ഇത് സിനാനാണ് അല്ലെ. ഇനി അടുത്തത് ഹാദിഹി ഫാത്തിമ, ഫാത്തിമ. ഇതെന്താണ്? ഫാത്തിമയാണ്. ഫാത്തിമ എവിടെ? ഹാദിഹി ഫാത്തിമ. ഹാദ മുദരിസുൻ, ഇത് അധ്യാപകനാണ്. ഹാദിഹി മുദരിസത്തുൻ, ഇത് അധ്യാപികയാണ്. അപ്പൊ ഹാദ എന്തിനാ വരിക? പുല്ലിംഗത്തിനാണ് വരിക അല്ലെ, മുദക്കറിനാണ് വരിക. ഹാദിഹി എന്തിനാ വരിക? മുഅന്നസിനാണ്, സ്ത്രീലിംഗത്തിനാണ് അല്ലെ. ഓക്കെ, നോക്കൂ. ഹാദ ഇത്, നെഹ്റുൻ പുഴയാണ്, ജമീലുൻ ഭംഗിയുള്ള അല്ലെ. ഇനി അടുത്തതോ ഹാദിഹി എന്തിനാ വന്നത്? ഹാദിഹി ഇത് ഹദീഖത്തുൻ തോട്ടമാണ്, ഇത് ഹദീഖത്തുൻ തോട്ടമാണ്. അവിടെ എന്ത് കൊടുക്കുക? നളീഫത്തുൻ വൃത്തിയുള്ള തോട്ടമാണ്, അല്ലെങ്കിൽ കബീറത്തുൻ അല്ലെ വലിയ തോട്ടമാണ്, അങ്ങനെയൊക്കെ കൊടുക്കാം. ഹാദിഹി ഇത് ഷജറത്തുൻ മരമാണ്, കബീറത്തുൻ ഇത് വലിയ മരമാണ്. ഹാദാ ജദ്വലുൻ, ഹാദിഹി അല്ല ഹാദല്ല വേണ്ടത്, ജദ്വലത്തുൻ ഉണ്ടോ? അല്ലല്ലോ. ഹാദാ ജദ്വലുൻ ഇത് തോടാണ്, നളീഫത്തുൻ വൃത്തിയുള്ള തോടാണ്. ഇനിയോ ഹാദിഹി ബിർക്കത്തുൻ, ഇതെന്താണ്? കുളമാണ്, ബിർക്കത്താകുന്നു. നളീഫത്തുൻ വൃത്തിയുള്ളത് അല്ലെ, മാലിന്യങ്ങളൊന്നുമില്ലാത്ത വൃത്തിയുള്ളതാണ്. ഇനിയോ ഇനി അടുത്തത് എന്താ? നിങ്ങൾ പറയൂ. ഹാദാ ബൈത്തുൻ എന്നാണോ വേണ്ടത്? ഹാദിഹി ബൈത്തുൻ എന്നാണോ? പറയൂ, നിങ്ങൾ കമന്റ് ബോക്സിലിടൂ. ഓക്കെ, ഇനിയോ അത് താഴെ എഴുതിയിട്ടുണ്ടല്ലോ സാർ, അത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അത് നമ്മൾ കൂട്ടി യോജിപ്പിക്കുകയും വേണം, അതൊരു വിവരണമാക്കി ഒരു ബയാനാക്കി എഴുതുകയും വേണം. ഓക്കെ, ഒരു ബയാനാക്കി എഴുതുകയും ചെയ്യുക. ഇനി അടുത്തത് എന്താണ്? ഇനി കുറച്ച് വലിയൊരു ബയാനാണ് അല്ലേ. അത് കാണുമ്പോൾ പേടിയുണ്ടോ? കുറച്ചധികമുണ്ടോ? പ്രശ്നമല്ല, അത് വളരെ സിമ്പിളാണ്. ഈ ചിത്രം നിങ്ങൾ നോക്കൂ. ഈ ചിത്രത്തെ കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ, ഈ ചിത്രത്തെ കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. സാർ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കൂ. വായിച്ചു നോക്കൂ എന്തെല്ലാമാണ് എഴുതിയിരിക്കുന്നത്, വായിച്ചു നോക്കൂ. ഓക്കെ, ഹാദിഹി ഇത് ഹദീഖത്തുൻ തോട്ടമാണ്, ജമീലത്തുൻ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള, നല്ല മനോഹരമായ, ബ്യൂട്ടിഫുൾ അല്ലെ. അപ്പൊ ജമീലത്ത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഭംഗിയുള്ള. ഫിൽ ഹദീഖത്തി തോട്ടത്തിൽ, ഫിൽ എന്ന് പറഞ്ഞാൽ എന്താ? തോട്ടത്തിൽ എന്തുണ്ട്? അഹ്റാസുൻ ചെടികളുണ്ട്, വ അഷ്ജാറുൻ മരങ്ങളുണ്ട്, അതൊക്കെ ജംആണ്. അലൽ അഷ്ജാരി, അല എന്ന് പറഞ്ഞാൽ മേൽ അല്ലെ, അലൽ അഷ്ജാരി മരങ്ങളുടെ മേൽ, ഉറാബുൻ കാക്കയുണ്ട്, വ ബബ്ആഉൻ എന്തുണ്ട്? തത്തയുണ്ട്. അലൽ അറാസി ചെടികളുടെ മേൽ എന്താ ഉള്ളത്? ചെടിയുടെ മേൽ എന്താ ഉള്ളത്? അസ്ഹാർ ഉണ്ട്, പിന്നെ ഫറാശത്ത് ഉണ്ടാവും അല്ലെ. ഫറാശത്ത് വേണമെങ്കിൽ അത് എഴുതാം. അൽ അസ്ഹാറു എന്താണ്? പൂക്കൾ എങ്ങനെയുള്ളതാ? ജമീലത്തുൻ ഭംഗിയുള്ളത്. എന്ത് കിട്ടിയാലും നമുക്ക് ജമീലത്ത് നെയ്ത അല്ലെ. അൽ അസ്ഹാർ ജമീലത്ത് അല്ലെ. അതേപോലെ തന്നെ ഹദീഖത്ത് ജമീലത്ത് നെയ്ത അല്ലെ. അങ്ങനെ പിന്നെ പൂക്കള് ഭംഗിയുള്ളതാണ്, മരങ്ങൾ ഭംഗിയുള്ളതാണ്, തോട് ഭംഗിയുള്ളതാണ്, അതിനൊക്കെ ജമീലത്ത് നമുക്ക് എഴുതാം അല്ലെ. നളീഫത്ത് വൃത്തിയുള്ളത്, അതൊക്കെ നമ്മൾ ആലോചിച്ച് വെക്കണം. തത്തീറു പാറുന്നു, പാറിക്കളിക്കുന്നു, പറക്കുന്നു. അൽ ഫറാശാത്തു പൂമ്പാറ്റകൾ, ഫറാശത്ത് പൂമ്പാറ്റ, ഫറാശാത്തുൻ പൂമ്പാറ്റകൾ. അലൽ അസ്ഹാരി പൂക്കളുടെ മുകളിലൂടെ പാറിക്കളിക്കുന്നുണ്ട്, പറക്കുന്നുണ്ട്. ഫിൽ ഹദീഖത്തി തോട്ടത്തിൽ എന്തുണ്ട്? ബിർക്കത്തുൻ കുളമുണ്ട്. പിന്നെയോ ഷജറത്തുൻ അഷ്ജാറുൻ മരമുണ്ട് അല്ലേ. അങ്ങനെ കുറെ ഇതാ. ഫിൽ ഹദീഖത്തി ഫറാശത്തുൻ, ഫിൽ ഹദീഖത്തി ബബ്ആഉൻ, ഫിൽ ഹദീഖത്തി ലഫ്ദഉൻ, അങ്ങനെയൊക്കെ എഴുതാം നമുക്ക്. ഫിൽ ബിർക്കത്തി തോട്ടത്തിൽ എന്തുണ്ട്? അല്ല കുളത്തിൽ എന്തുണ്ട്? ലഫ്ദഉൻ തവളയുണ്ട്. പൈക്രം തവളയുണ്ട്. ലഫ്ദ എന്ന് എഴുതാൻ അറിയോ? ഒന്ന് എഴുതൂ. ലഫ്ദ എന്നൊന്ന് എഴുതി നോക്കൂ. നോട്ട് ബുക്കില്ല നിങ്ങളിൽ? നോട്ട് ബുക്ക് ഉണ്ട്. മിസ്മാറും അല്ലേ? മിസ്മാർ കൊണ്ടൊന്ന് എഴുതി നോക്കൂ. ഇനി അടുത്തത് എന്താണ്? ഇനി അടുത്തത് ഇവിടെ ബിമാ തലവ്വസൻ നെഹ്റു, ഇവിടെ പുഴ മലിനമാകുന്നതിനെ പറ്റി പറഞ്ഞല്ലോ.
അല്ലേ? എങ്ങനെയൊക്കെയാണ് പുഴ മലിനമാകുന്നത്, വൃത്തികേടാകുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് അവിടെ എഴുതണം. എന്തൊക്കെ കൊണ്ടാണ്? തലവസൽ നെഹ്റു, പുഴ മലിനമാകുന്നു. അല്ലേ? എന്തുകൊണ്ടാ? ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, അല്ലേ? ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി എന്നൊരു അക്ഷരം കൊണ്ട്, അക്ഷരത്തിന്റെ അർത്ഥം എന്താ? കൊണ്ട്, അല്ലെ? അറബിയിൽ ബിൽ ബിൽ ബി ഫളലാത്തി, മാലിന്യങ്ങൾ കൊണ്ട്, വേസ്റ്റ് കൊണ്ട് പുഴ വൃത്തികേടാകുന്നു. വൽ കാറൂറാത്ത്, ബോട്ടിലുകൾ കൊണ്ട്, കുപ്പികൾ കൊണ്ട്, പ്ലാസ്റ്റിക് കുപ്പികളെ. വൽ അക്കിയാസിൽ പ്ലാസ്റ്റിക്കിയ, എന്താണ്? പ്ലാസ്റ്റിക് സഞ്ചികൾ കൊണ്ട്, കവറുകൾ കൊണ്ട്, അല്ലേ? അപ്പൊ പ്ലാസ്റ്റിക്കിയ എന്ന് എഴുതാൻ പഠിക്കണേ. അപ്പൊ നോട്ട് ബുക്കിൽ നമ്മൾ എഴുതി പഠിക്കേണ്ടത് ഫളലാത്ത് എഴുതാനറിയോ? ഒന്ന് എഴുതൂ, ഒരു 5 പ്രാവശ്യം എഴുതി നോക്കൂ. ഫളലാത്ത്, മാലിന്യങ്ങൾ. കാറൂറാത്ത്, അത് എളുപ്പ. കാറൂറാത്ത് എഴുതി നോക്കൂ, ഒരു 5 പ്രാവശ്യം അത് എഴുതൂ. കാറൂറാത്ത്. ഓക്കെ. അക്കിയാസ്, അക്കിയാസ് സഞ്ചികൾ, അല്ലെ? കീസുകൾ. പ്ലാസ്റ്റിക്കിയ, ഒന്ന് എഴുതി നോക്കൂ, ഒരു 5 പ്രാവശ്യം എഴുതി നോക്കൂ. ഓക്കെ. അങ്ങനെ അതും നമുക്ക് പഠിച്ചു, അത് നമ്മൾ പഠിച്ചു, അല്ലെ? ഇനി ഒരു സംഭാഷണമാണുള്ളത്. എന്താ സംഭാഷണം? അത് ഞാൻ വിശദീകരിച്ച് പറയേണ്ടല്ല, ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതല്ലേ. അതുകൊണ്ട് എന്താണ്, പിന്നെ ചെറിയ മീൻ വരികയാണ്. അപ്പം മൻ യബിക്കി, നീ എന്തിനാണ് കരയുന്നത്? ലിമ തബിക്കി യാ സദീഖി, ആരാണ് മൻ യബിക്കി, ആരാ കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? മസ്കനി മുലവസ്, എൻ്റെ വീട് മലിനമായി. അങ്ങനെ തോട്ടിൽ നിന്ന് ചെറിയ മീൻ വരികയാണ്, അല്ലേ? അപ്പോൾ തോടും മലിനമാണ്, ഇവിടെ പുഴയും മലിനമാണ്, എല്ലാം മലിനമാണ്, അല്ലേ? മാലിന്യങ്ങൾ. ഇനി നോക്കൂ നിങ്ങൾ 17ാമത്തെ പേജ്. 17ാമത്തെ പേജ്, ഇതാ ഈ പേജ് കണ്ടോ? ഇതാ മൊബൈലിന്റെ പേജ്, അല്ലേ? ഫേസ്ബുക്ക്, അല്ലേ? ഒരു ഫേസ്ബുക്കിന്റെ പോസ്റ്റ്, നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടില്ലേ? പോസ്റ്റ് ഇട്ടിട്ട് അതിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത് എന്നറിയോ? അതിൽ നമുക്ക് പഠിക്കാനുള്ളത് അഅജബനി, അല്ലേ? ലൈക്ക് നമുക്ക് പഠിക്കാനുണ്ട്. തഅലീഖ്, എന്താ തഅലീഖ്? അതിൽ കമന്റുകൾ പഠിക്കാനുണ്ട്. ഇർസാല്, മുഷാറക്ക, ഷെയർ, അല്ലേ? തഅലീഖാത്ത്, എത്ര തഅലീഖാത്താണുള്ളത് എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ്? അപ്പോൾ ഇത് നമ്മൾ എഴുതി പഠിക്കണം. ഒന്ന് അൽ ഇജാബ്. ഇജാബ് എന്ന് പറഞ്ഞാൽ എന്താ? ഇജാബ് എന്ന് പറഞ്ഞാൽ ലൈക്ക്. ഇജാബ് എന്ന് പറഞ്ഞാൽ ലൈക്ക്. ഒരു ഇജാബ് തരൂ, ഒരു പിന്നെ ഇജാബുകൾ തരൂ, ലൈക്ക് തരൂ. ഇജാബ്, അല്ലേ? അൽ മുഷാറക്ക എന്ന് എഴുതി പഠിക്കണം. മുഷാറക്ക എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യുക. നമ്മൾ പോസ്റ്റുകൾ അത് ഷെയർ ബട്ടൺ അടിക്കല്ലേ? അതിൻ്റെ ഒരു ചിഹ്നം കണ്ടില്ല നിങ്ങൾ? ചിലപ്പോൾ ചിഹ്നമായിരിക്കും കൊടുക്കുക, നമുക്ക് എഴുതാനുണ്ടാവും, അല്ലേ? അപ്പോൾ മുഷാറക്ക. അതേപോലെ തന്നെ തഅലീഖാത്ത് എന്ന് എഴുതി പഠിക്കണേ. ഓക്കെ. അതെന്താണ്? കമന്റ്. ഇനി അവിടെ ഒരു ഹിവാറുണ്ട്, അല്ലേ? ഒരു ഹിവാറുണ്ട്. ആ ഹിവാറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഹിവാറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ല? കലിമാത്ത് തഹ്ദീബിയ, അല്ലേ? ഏത് ഹിവാറിലും കുറച്ച് കലിമാത്ത് തഹ്ദീബിയകൾ ഉണ്ടാവും, അല്ലേ? കലിമാത്ത് തഹ്ദീബിയ എന്ന് പറഞ്ഞാൽ എന്താണ് കലിമാത്ത് തഹ്ദീബിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കലിമാത്ത് തഹ്ദീബിയകൾ നമ്മൾ പഠിക്കണം. കലിമാത്ത് തഹ്ദീബിയ ചിലപ്പോൾ ചിലതിലുണ്ട് എന്താ ഉണ്ടാവുക? സ്വബാഹുൽ ഖൈർ, രാവിലെയാണ് സംഭാഷണം നടക്കുന്നതെങ്കിൽ, ഹിവാർ നടക്കുന്നതെങ്കിൽ സ്വബാഹുൽ ഖൈർ, ഗുഡ് മോർണിംഗ്. അപ്പൊ തിരിച്ചെന്താ പറയാ? സ്വബാഹുൻ നൂർ. ചിലപ്പോൾ സ്വബാഹുൽ ഖൈർ എന്ന് അവിടെ ഉണ്ടാവും, നമ്മൾ സ്വബാഹുൻ നൂർ എന്ന് എഴുതാൻ ഉണ്ടാവും. അപ്പൊ എഴുതി പഠിക്കണ്ടേ? അപ്പൊ ചിലപ്പോ വൈകുന്നേരമാണ്, ഉച്ചയ്ക്ക് ശേഷമാണ് ഹിവാർ നടക്കുന്നതെങ്കിൽ, പിന്നെ സംഭാഷണം നടക്കുന്നതെങ്കിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? മസാ ഉൽ ഖൈർ, അല്ലേ? മസാ നൂർ. ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോ, മാഷ് ക്ലാസ്സിലേക്ക് വരുമ്പോ പറയല്ലേ? സബാഹുൽ ഖൈർ, മസാഉൽ ഖൈർ. പിന്നെയോ ചിലപ്പോ അസ്സലാമു അലൈക്കും എന്നായിരിക്കും എഴുതാണ്ടാവുക, ചിലപ്പോ വഅലൈക്കും അസ്സലാം എന്നായിരിക്കും. ഓക്കെ. അപ്പോൾ സാർ ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ എന്താണ് വായിക്കുക? ഒന്ന് വായിക്കൂ. ഇതൊന്ന് വായിക്കൂ. അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം. സബാഹുൽ ഖൈർ, സബാഹുൻ നൂർ. മസാഉൽ ഖൈർ, മസാഉൻ നൂർ. ശുക്രൻ, ഒഫുവൻ എഴുതാൻ പഠിക്കണേ. മഅസ്സലാമ ഇലൽ ലിഖാഇ. മിൻ ഫളലിക്, ജസാക്കല്ലാഹു ഖൈറ എന്ന് പറയല്ലേ? മാഷാ അല്ലാ, ഇൻഷാ അല്ലാ. ഇതൊക്കെ എന്താണ്? കലിമാത്ത് തഹ്ദീബിയയിൽ പെട്ടതാണ്. ഓക്കെ. ഇതൊക്കെ കലിമാത്ത് തഹ്ദീബിയയിൽ പെട്ടതാണ്. അതേപോലെ തന്നെ കുറച്ച് ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകൾ നമ്മൾ പഠിക്കണം, അല്ലേ? ചോദ്യങ്ങൾ ഉണ്ടാകില്ല, ചോദ്യവാക്കുകൾ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ പഠിക്കണ്ടേ? എന്ത്, അല്ലേ? മാതാ, എന്താണ്?
മൻ ആര്, അല്ലേ? മത്ത എപ്പോൾ, കം എത്ര, ഐന എവിടെ, മിൻ ഐന എവിടെ, ഇല ഐന എവിടേക്ക്, അല്ലേ? ഓക്കെ, പിന്നെന്താ? അയ്യോ ഏത്, അല്ലേ? ബിക്കം എത്രക്ക്. ഇതൊക്കെ നമ്മൾ പഠിക്കണം, അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ചോദ്യങ്ങൾ മനസ്സിലാവും. ഈ ഹിവാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കാനല്ലേ ഉണ്ടാവുക, അല്ലേ? ഇനി എന്താണുള്ളത്? ഇനി കുറച്ച് ഒരു ലായിഹാത്തുൽ ഇർഷാദിയ, അല്ലെ? കുറച്ച് ലായിഹാത്തുകൾ ഉണ്ട് അവിടെ, കുറച്ച് നിർദ്ദേശക ബോർഡുകൾ. എന്തെല്ലാം നിർദ്ദേശക ബോർഡുകൾ എഴുതിയിരിക്കുന്നത്? ഹാഫിൽ, നമ്മൾ പിന്നെ സ്കൂളിൽ നിന്ന് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അല്ലേ? ബോർഡ് ഉണ്ടാക്കിയവരൊക്കെ അല്ലേ? ബോർഡ് ഉണ്ടാക്കിയവരുണ്ടോ? ഉണ്ടോ? എത്ര ആളെ ബോർഡ് ഉണ്ടാക്കിയവരുണ്ട്? കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ, ബോർഡ് ഉണ്ടാക്കിയവർ. ഓക്കെ, ഹാഫിൽ സൂക്ഷിക്കുക, കാത്തു സൂക്ഷിക്കുക, അലാ നലാഫത്തിൻ നഹ്രി, പുഴ വൃത്തിയായി സൂക്ഷിക്കുക. അൽ മാ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം. മാ എന്ന് പറഞ്ഞാൽ വെള്ളം. മാ നമ്മൾ കുടിക്കണം, അല്ലേ? നല്ലോണം മാ കുടിക്കണം, ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം. ഞാൻ സാറ് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഒക്കെ ഇടയ്ക്ക് വെള്ളം മാ കുടിക്കുന്നുണ്ട്. ബിസ്മില്ലാ. ഓക്കെ, മാ, അല്ലേ? മാ അൽ മാ അസാസുൽ ഹയാത്ത്, ജീവന്റെ അടിസ്ഥാനമാണ് മാ എന്ന് പറയുന്നത് കേട്ടോ. അൻത തഹത ക്യാമറാത്തിൽ മുറാഖബ, താങ്കൾ നിരീക്ഷണ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ CCTVയുടെ നിരീക്ഷണത്തിലാണ് എന്നൊക്കെ ബോർഡ് കണ്ടില്ല, ഒരു ക്യാമറയുടെ ചിത്രമൊക്കെ ആയിട്ട്. ഓക്കെ, അതെന്തിനാ ക്യാമറ വെക്കുന്നത്? ഇവിടെ ആരെങ്കിലും വേസ്റ്റ് വലിച്ചെറിയുന്നുണ്ടോ, അല്ലേ? ആരെങ്കിലും വൃത്തികേടാക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ CCTV നോക്കി പിടിക്കും. വേസ്റ്റ് വലിച്ചെറിയലുണ്ടോ? ഉണ്ടോ? പാടില്ല. ഓക്കെ, സലാമത്തുൽ ബശരി ഫി സലാമത്തുൽ ബീഅ, പരിസരത്തിന്റെ സംരക്ഷണമാണ് മനുഷ്യന്റെ സുരക്ഷ എന്ന് പറയുന്നത്, അല്ലേ? ഹിമായത്തുൽ ബീഅ മസ്ഊലിയത്തുന, നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്ത്? ബീഅത്ത്, എന്ത്? പരിസരം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇനി സാറിതാ കുറച്ച് ബോർഡുകൾ ഇവിടെ ഇട്ടിട്ടുണ്ടല്ലോ, അതൊന്ന് വായിക്കൂ, അതൊന്ന് എഴുതിയെടുത്തോളൂ. നിങ്ങൾ നോട്ട് ബുക്കില്ലേ, ദഫ്തറില്ലേ? ഒന്ന് എഴുതിയെടുക്കൂ. എന്തെല്ലാം ഉള്ളത്? ഹാഫിൽ അലാ നലാഫത്തിൻ നഹ്രി, അൽ മാഉ അസാസുൽ ഹയാത്ത്, ഹിമാത്തുൽ ബീഅ മസ്ഊലിയത്തുന, സലാമത്തുൽ ബശരി ഫി സലാമത്തുൽ ബീഅ, ഹാഫിൽ അലാ നലാഫത്തുൽ ബീഅ, ഹാഫിൽ അലാ നലാഫത്തുൽ ബിർക. എന്താ ഹാഫിൽ അലാ നലാഫത്തുൽ ബിർക എന്ന് പറഞ്ഞാൽ എന്താണ്? കുളം വൃത്തിയായി സൂക്ഷിക്കൂ, അല്ലേ? കുളം വൃത്തിയായി സൂക്ഷിക്കൂ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജ് എടുക്കൂ. 23 കഴിഞ്ഞു, 24-ാമത്തെ പേജ് എടുക്കൂ. 24-ാമത്തെ പേജിൽ അവസാനം ലാസ്റ്റ് കണ്ടോ നിങ്ങൾ? അവിടെ മവാരിദുൽ മിയാഹ് ഇതാണ്. മവാരിദുൽ മിയാഹ് എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തിന്റെ സ്രോതസ്സുകൾ, അല്ലേ? വെള്ളത്തിന്റെ ഉറവിടങ്ങൾ. എന്തല്ല? വെള്ളം ആദ്യം വരുന്നത് ഇവിടുന്നാണ്, മലമുകളിൽ നിന്നും അല്ലാതെയൊക്കെ പർവ്വതങ്ങളിൽ നിന്നൊക്കെ വരുന്നില്ലേ? അയിനുണ്ടാവും, അല്ലെ? അയിന്, ഒയൂൻ, അരുവികൾ, അല്ലേ? അരുവികൾ ഉണ്ടാവും. അരുവികളിൽ നിന്ന് എങ്ങോട്ടെത്തി? ജദ്വലിലേക്ക് എത്തി. ജദ്വൽ എന്ന് പറഞ്ഞാൽ എന്താ? തോട്. ജദാവിരികൾ ജദ്വലിലേക്ക് എത്തി. പിന്നെ ബിർക്കത്തുകൾ ഉണ്ടാവും, കുളം. പിന്നെയോ ബിർ ഉണ്ടാവും, ആബാറുകൾ, അല്ലേ? ബിറുകൾ, കിണറുകളുണ്ട്, അല്ലേ? പിന്നെയോ നെഹ്റിലേക്ക് എത്തും, അല്ലേ? അങ്ങനെ കുറേ ജദ്വലുകൾ കൂടിയിട്ട് നെഹ്റിലെത്തും, അല്ലേ? അൻഹാറുകളാവും. എന്നിട്ട് അൻഹാറുകളെല്ലാം കൂടി എന്ത് ചെയ്യും? നെഹ്റൊക്കെ കൂടി കുറേ അൻഹാറുകളായി അതല്ലെങ്കിലും ബഹറിലേക്ക് എത്തും. ബഹർ എന്ന് പറഞ്ഞാൽ വലിയ കടലാണ്, അല്ലേ? ബഹർ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ വെള്ളത്തിന്റെ ഉറവിടങ്ങളാണ്, അല്ലേ? വെള്ളത്തിന്റെ ഉറവിടങ്ങളാണ്. ഇനി നോക്കൂ, അടുത്തത് ഒരു പദ്യമാണ്. ആ പദ്യത്തിൽ നമ്മൾ നോക്കിയിട്ട് അവസാനം താ വന്നത് എഴുതണം. വളരെ സിമ്പിളാണ്. അറബിക് ബൂസ്റ്ററിൽ അതാണ് നമ്മൾ പറയുന്നത്. എത്ര സിമ്പിളാ അറബി പരീക്ഷ, അല്ലേ? നമ്മളൊന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനത്തിന്, രണ്ടാമത്തെ പ്രവർത്തനത്തിന് ഫുൾ എ ഗ്രേഡ്. ഫുൾ എ ഗ്രേഡ്. ഓക്കെ, അവസാനം താ വരുന്ന വാക്കുകൾ കാണാൻ എന്തെങ്കിലും വിഷമമുണ്ടോ കണ്ടെത്താൻ? സലീമത്ത്, കരീമത്ത്, അല്ലേ? അമീമത്ത്, അലീമത്ത്, അല്ലേ? അവസാനം താ വരുന്നില്ലേ? അതൊക്കെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. ഇനി ചില പദ്യത്തിലെ വാക്കുകൾ ക്രമം തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്, അത് ക്രമത്തിലാക്കണം, അല്ലേ? അത് ക്രമത്തിലാക്കണം. നോക്കൂ, നിങ്ങൾ ഇവിടെ കൊടുത്തത് ഫ അൻതുമു ബനൂഹ, എത്രാമത്തെ വരിയാ? 1 2 3 4 5-ാമത്തെ വരി, അല്ലേ? 5-ാമത്തെ വരിയല്ലേ?
അല്ലേ അല്ലേ? ഓക്കെ. ഇനിയോ അടുത്തത് അതിൻ്റെ താഴെ മാതാ ഫിൽ ബീഅത്തി സലീമ. എന്താണ് നല്ല സലീമത്ത്, നല്ല പ്രകൃതിയിൽ ഉള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? നല്ല പ്രകൃതിയിലുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, പിന്നെ ഹയാത്തുന കരീമ, ഈ പദ്യത്തിൽ പറഞ്ഞതാണ് നല്ല പ്രകൃതിയാകുമ്പോൾ സുരക്ഷിതമായ ഒരു പരിസ്ഥിതിയിൽ ബിഐയിൽ എന്തെല്ലാമാണ് ഉണ്ടാവുക? ഒന്ന് ഹയാത്തുന കരീമ, അല്ലേ? നല്ല ജീവിതം, മാന്യമായിട്ട് നല്ല രീതിയിൽ പ്രയാസമില്ലാതെ ജീവിക്കാൻ പറ്റും. വറാഹത്തുൽ അമീമ, അല്ലേ? വൽ ബഹജത്തുൽ അലീമ, ഇതൊക്കെ സുരക്ഷിതമായ പരിസരത്തിലുള്ളതാണ്. പിന്നെയോ ഐന തക്കൂനുൽ അൽ ഈശത്തുൽ ഹനീഅ, ഒരു സമൃദ്ധ ജീവിതം എവിടെയാണ് ഉണ്ടാവുക? നല്ല രീതിയിൽ ജീവിക്കുവാൻ സാധിക്കുക എവിടെയാണ്? അല്ലേ? എവിടെയാണ്? ഫി ബിഅത്തി സലീമ, സുരക്ഷിതമായ പരിസ്ഥിതിയിൽ, അല്ലേ? സുരക്ഷിതമായ പരിസ്ഥിതിയിൽ ഫിൽ ബിഅത്തി സലീമ എന്ന് അവിടെ എഴുതുക, അല്ലേ? നിങ്ങൾ എഴുതിയില്ലേ? നോട്ട് ബുക്കിൽ എഴുതിക്കോളൂ. ഓക്കെ. ഇനി ഇതാ ഈ ഒന്നാമത്തെ വഹദയുടെ യൂണിറ്റിന്റെ അവസാനത്തില് മുഫ്രദുകൾ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ഇതാ വായിച്ച് നോക്കൂ. ഇതൊക്കെ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയില്ലേ? എഴുതിയിട്ടില്ലെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോളൂ. നമ്മളൊന്ന് ജസ്റ്റ് എഴുതിയാൽ തന്നെ പരീക്ഷയ്ക്ക് എഴുതാനാവും, അല്ലേ? സൂറത്തുൻ ചിത്രം, സുവറുൻ ചിത്രങ്ങൾ, നെഹ്റുൻ പുഴ, അനഹാറുൻ പുഴകൾ, മസ്കനുൻ വീട്, മസാക്കിനൻ വീടുകൾ, മൽദറുൻ കാഴ്ച, മനാദിറുൻ കാഴ്ചകൾ, യൗമുൻ ദിവസം, അയ്യാമുൻ ദിവസങ്ങൾ, കാറൂറത്തുൻ കുപ്പികൾ, കുപ്പി, കാറൂറാത്തുൻ കുപ്പികൾ, സമക്കുൻ മീന്, അസ്മാക്കുൻ മീനുകൾ, ഹയവാൻ. ഞാനിങ്ങനെ വായിക്കുന്നത് ചില ആളുകൾ ഇത് കേട്ട് എഴുതിയെടുക്കുന്നവരുണ്ടാവും, അല്ലേ? പുസ്തകമൊക്കെ വെച്ചിട്ട് ചിലര് അത് പിന്നെ കാണുക മാത്രമേ ഉള്ളൂ. ചിലർ യാത്രയിലൊക്കെ ആയിരിക്കും, അവർക്ക് കാണാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാണുന്നവരെന്ത് ചെയ്തോട്ടെ, അവർക്ക് വേണ്ടിയിട്ട് ഞാനും വായിക്കുക, അല്ലേ? അപ്പോൾ സാറ് വായിക്കുന്നതായിട്ട് നിങ്ങൾ സാറെന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സമക്കിന്റെ ജമ എന്തായിരുന്ന അസ്മാക്ക്, അങ്ങനെ ഓർമ്മ വരുമല്ലോ. ഹയവാനുൻ മൃഗം, ഹയവാനാത്തുൻ മൃഗങ്ങൾ, തായിറൻ തുയൂറുൻ തൊയ്റുൻ, രണ്ടും ഇതട്ടോ. ഓക്കെ. അഹുൻ സഹോദരൻ, ഇഹ്വാനുൻ സഹോദരങ്ങൾ, മുഷ്കിലത്തുൻ പ്രയാസം, മഷാക്കിലുൻ പ്രയാസങ്ങൾ, കബീറുൻ വലുത്, കിബാറുൻ വലിയവർ, വലിയവൻ വലിയവർ, സഹീറുൻ ചെറിയവൻ, സയാറുൻ ചെറിയവർ, റജുലുൻ ഒരാൾ, ഒരു പുരുഷൻ, ആണുങ്ങൾ, അല്ലേ? റിജാലുൻ കുറേ പുരുഷന്മാർ, ആണുങ്ങൾ, മർഅത്തുൻ ഒരു സ്ത്രീ, നിസാഉൻ സ്ത്രീകൾ, ത്വാലിബുൻ വിദ്യാർത്ഥി, തുല്ലാബുൻ വിദ്യാർത്ഥികൾ, ത്വാലിബത്തുൻ വിദ്യാർത്ഥിനി, അല്ലേ? ഗേൾ. അപ്പൊ എന്താണ്? ത്വാലിബാത്തുൻ, അല്ലേ? വിദ്യാർത്ഥിനികൾ, യൗമുൻ ദിവസം, അയ്യാമുൻ ദിവസങ്ങൾ. ഓക്കെ, ദിവസങ്ങൾ. ഇനി എന്താണ് രണ്ടാമത്തെ യൂണിറ്റ്? എന്താ അതിലുള്ളത്? ഇതില് കുറെ എന്താണ് വാക്കുകൾ ഉണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. അസംബ്ലി, അല്ലേ? താബൂർ സഭ, മോർണിംഗ് അസംബ്ലി, അല്ലേ? രാവിലത്തെ അസംബ്ലി. താബൂർ എന്ന് പറഞ്ഞാൽ എന്താ? അസംബ്ലി, അല്ലേ? ഓക്കെ, താബൂർ അസംബ്ലി. അപ്പൊ അസംബ്ലി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ നമുക്കിതിൽ പഠിക്കാനുണ്ട്. എന്തെല്ലാമാണുള്ളത് നോക്കൂ നിങ്ങൾ. ഇന്തബി, സാറൊന്ന് പറയാ, നിങ്ങളൊന്ന് നിൽക്കൂ. ഇന്തബി, ടെൻഷനായി നിന്നോ? ഓക്കെ. ഇസ്തരി, ഓക്കെ. തഹുദ്, അത്താഹുദ്, ഇങ്ങനെ വെച്ചോ? ഇങ്ങനെ വെച്ചല്ലോ, അല്ലേ? അത്താഹുദ്, പ്രതിജ്ഞ. ഇനി അഹ്ബാറുൽ യൗം, വാർത്തകൾ, അല്ലേ? ആ ദിവസത്തെ, ഓരോ ദിവസത്തെയും വാർത്തകൾ, അല്ലേ? അഹ്ബാറുൽ യൗം. ഫിക്രത്തുൽ യൗം, ആ ഓരോ ദിവസത്തെയും ചിന്തകൾ, അല്ലേ? ഇന്നത്തെ ചിന്ത എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസംബ്ലിയിൽ അവതരിപ്പിക്കല്ലേ, അതൊക്കെയാണ്. ഇനി അടുത്തത് 24-ാമത്തെ പേജിൽ ഒരു ഹുതുബയുണ്ട്, അല്ലേ? ഒരു ഹുതുബ, ഒരു പ്രസംഗം. ഇനിയോ 35, അല്ലേ? 34-ാമത്തെ പേജ് കഴിഞ്ഞിട്ട് 35-ാമത്തെ പേജ് നോക്കൂ നിങ്ങൾ. അവിടെ എന്താ ഉള്ളത്? അവിടെ നമുക്ക് മുളാരി പഠിക്കാനുണ്ട്, അല്ലേ? കുറച്ച് ഫിഅലുകൾ പഠിക്കാനുണ്ട്, മുളാരികൾ പഠിക്കാനുണ്ട്, അല്ലേ? ഓക്കെ. ഫിഅല് എന്ന് പറഞ്ഞാൽ പ്രവർത്തനം. മുളാരി എന്താണ്? മുളാരി വർത്തമാനകാലക്രിയ, ഭാവി കാലക്രിയ, അല്ലേ? മാളി എന്താണ്? ഭൂതകാലക്രിയ, കഴിഞ്ഞു പോയ കാലക്രിയ, അല്ലേ? അക്കല തിന്നു കഴിഞ്ഞല്ലോ. കതബ എഴുതി. അപ്പൊ യഅ്കുലു തിന്നുന്നു. യഅ്കുലുൽ വലതു, എന്താ അവിടെ തിന്നുന്നത്? യഅ്കുലുൽ വലതു മാഞ്ച, മാങ്ങ തിന്നുന്നു ആൺകുട്ടി. തഅ്കുലുൽ ബിന്തു തുഫാഹ, ആപ്പിൾ തിന്നുന്നു പെൺകുട്ടി. ഇവിടെ യഅ്കുലു എന്ന് ആണിന് പറഞ്ഞു, തഅ്കുലു എന്ന് പെണ്ണിന് പറഞ്ഞു. അപ്പോൾ യഅ്കുലു എന്നുള്ളത് മുദക്കറാണ്, പുല്ലിംഗമാണ്. പെണ്ണാണ് തിന്നതെങ്കിലോ തഅ്കുലു, അതെന്താണ്? സ്ത്രീലിംഗമാണ്, മുഅന്നസാണ്. യഖ്റഉ യഅ്കുലു തിന്നുന്നു, തഅ്കുലു തിന്നുന്നു,
അല്ലേ? യഖ്റഉ വായിക്കുന്നു, വലതു അദ്ദറസ പാഠം, തഖ്റഉ ബിൻതു പെൺകുട്ടി വായിക്കുന്നു, അൽ ഖിസ്സ കഥ, യക്തുബു എഴുതുന്നു, അൽ വലതു ആൺകുട്ടി അദ്ദറസ പാഠം, തക്തുബുൽ ബിൻതു പെൺകുട്ടി എഴുതുന്നു, അൽ ഖിസ്സ ഖിസ്സ എന്താണ്? കഥ അല്ലേ? കഥ എഴുതുന്നു അല്ലേ? അതിന് കുറച്ച് സാറത അവിടെ ഇട്ട നോക്കൂ നിങ്ങൾ. എന്താണത്? എന്താ അത്? യശ്റബു യശ്റബുൽ വലതു അൽ ഹലീബ ആൺകുട്ടി എന്ത്? പാല് കുടിക്കുന്നു. തഷ്റബുൽ ബിൻതു അൽ ഹലീബ എന്താണ്? പെൺകുട്ടി പാല് കുടിക്കുന്നു എന്നുള്ളത് തഷ്റബായി. അവിടെ യഷ്റബു തഷ്റബായി. ഓക്കെ. യഅ്കുലുൽ വലതു അൽ മൗസ തിന്നുന്നു, പഴം തിന്നുന്നു ആൺകുട്ടി. തഅ്കുലുൽ ബിന്തു അൽ ബിത്തിഹ വത്തക്ക തിന്നുന്നു. അവിടെ യഅ്കുലു തഅ്കുലൈ. യൽഅബു കളിക്കുന്നു, ആൺകുട്ടി കളിക്കുന്നു. ക്രിക്കറ്റ് കളിക്കുന്നു. നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ഉണ്ടോ? മഴയൊക്കെ പോട്ടല്ലേ, മഴ പോയിട്ട് നമുക്ക് ക്രിക്കറ്റ് കളിക്കണം അല്ലേ? ഓക്കെ. തൽഅബു കളിക്കുന്നു, ബിന്ത് പെൺകുട്ടി കളിക്കുന്നു, കുറത്തൽ കദം അല്ലേ? ഫുട്ബോൾ കളിക്കുന്നു. യഅ്കുലു തിന്നുന്നു, അൽ അർണബ് മുയൽ തിന്നുന്നു, അൽ ജസറ ക്യാരറ്റ്. തഅ്കുലുൽ ബത്തത്തു അല്ലേ? ബത്തത്ത് താറാവ് തിന്നുന്നു അല്ലേ? അറുസ അറുസ. ഇനി വേറൊന്നുകൂടി കൂടി ഇത് നോക്കൂ. ഇതൊക്കെ നോട്ട് ബുക്കിൽ എഴുതി എടുത്തോളൂ കേട്ടോ, നമുക്ക് പഠിക്കുക അല്ലേ? ഓക്കെ. ഇനി യദ്ഹബുൽ വലതു ആൺകുട്ടി പോകുന്നു, ഇലൽ മദ്രസത്തി എങ്ങോട്ട്? സ്കൂളിലേക്ക്. തദ്ഹബു ബിന്തു പെൺകുട്ടി പോകുന്നു. അപ്പോൾ യദ്ഹബു ആൺകുട്ടി, തദ്ഹബു പെൺകുട്ടി. ഓക്കെ. ഇലൽ മദ്രസത്തി എവിടേക്ക്? സ്കൂളിലേക്ക്. ചായ കുടിച്ചോ? നമ്മൾ പഠിക്കുമ്പോഴും ഇടയ്ക്ക് വെള്ളം കുടിക്കണം അല്ലേ? ഭക്ഷണം കഴിക്കാറില്ലേ നല്ലോണം? ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. യുഷാഹിദുൽ വലതു തിൽഫാസ ടെലിവിഷൻ കാണുന്നു അല്ലേ? ആൺകുട്ടി. തുഷാഹിദുൽ ബിന്തു തിൽഫാസ പെൺകുട്ടി കാണുമ്പോൾ തുഷാഹിദു. യഅ്സിലു കഴുകുന്നു അല്ലേ? കഴുകുന്നു. അൽ വലതു യദൈനി രണ്ട് കൈയും കഴുകുന്നു. അപ്പൊ തഅ്സിലുൽ ബിന്തു യദൈനി. യജ്ലിസു ഇരിക്കുന്നു, ആൺകുട്ടി ഇരിക്കുന്നതിനാണ് യജ്ലിസു എന്ന് പറയുക. അലൽ കുർസി കസേരമൽ പെൺകുട്ടി ഇരിക്കുമ്പോൾ തജ്ലിസു എന്ന് പറയും അല്ലേ? തജ്ലിസു എന്നാണ് പറയുക. ഇനി നോക്ക് നിങ്ങൾ, അങ്ങനെ 35-ാമത്തെ പേജ് നമ്മൾ വിശദമായി നമ്മൾ പഠിച്ചു അല്ലേ? ഇനി ആരും എന്ത് ചെയ്യരുത്, തെറ്റിക്കരുത്. ഓക്കെ. ഫുൾ മാർക്ക് വേണം. ഇനി ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ 36-ാമത്തെ പേജിലുള്ളത്. ഓക്കെ, അത് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനി 37-ാമത്തെ പേജിൽ ചെറിയൊരു ഹുതുബയുണ്ട് അല്ലേ? അയ്യുഹൽ അസാത്തിദത്തുൽ കിറാം വസുമലാഇ ബഹുമാന്യരായ ഉസ്താദുമാരെ അല്ലേ? സുമലാഇ അൽ അഹിബ നിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അലിയൗം ഇന്ന് യൗമുൽ മുഹിമ്മുൻ പ്രധാനപ്പെട്ട ഒരു ദിവസമാകുന്നു. എന്താണ്? അലി യൗമുൽ ആലമിയുൽ ലുഗത്തിൽ അറബിയ ഇന്ന് ലോക അറബി ഭാഷാ ദിനമാകുന്നു. നഹ്തഫിലു നമ്മൾ ഒരുമിച്ച് ചേരുന്നു. അൽ യൗമു ഈ ദിവസം ഏത് ദിവസത്താണ്? ഫിസാമിന അഷറ ഡിസംബർ 18-നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ആഘോഷിക്കുന്നു. അഹ്തത്തിമു കലാമി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. വാഷ്കുറുക്കും നിങ്ങൾക്ക് നന്ദി. അലാ ഹുസ്നി ഇസ്തിമാഇക്കും വതആവുനിക്കും നിങ്ങളുടെ നല്ല സഹകരണത്തിനും നിങ്ങൾ കേട്ടതിനും നന്ദി എന്ന് പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കുക. പ്രസംഗമാണ് അല്ലേ? ഇനി രണ്ടാമത്തെ പ്രസംഗം എന്താണ്? അയ്യുഹൽ അസാത്തിദത്തുൽ കിറാം വസുമലാഇ അൽ അഇസ്സാ അല്ലേ? അൽ യൗമു യൗമുൻ മുഹിമ്മുൻ എന്താണ്? അൽ യൗമു യൗമുൻ മുഹിമ്മുൻ അൽ യൗമുൽ ആലമിയു ലിസ്സിഹത്തി എന്താണ്? ലോകാരോഗ്യ ദിനമാകുന്നു. എന്നിട്ട് പറഞ്ഞിട്ട് നഹ്തഫിലു അൽ യൗം നമ്മൾ ഇത് ആഘോഷിക്കുന്നത് എപ്പോഴാണ്? ഫിസാബി ഏപ്രിൽ അല്ലേ? ഏപ്രിൽ 7-നാകുന്നു ആഘോഷിക്കുന്നത്. എന്നിട്ടോ ബാക്കിയോ നേരത്തെ ഉള്ളതുപോലെ തന്നെ അഹ്തത്തിമു കലാമി വാഷ്കുറുക്കും അലാ ഹുസ്നി ഇസ്തിമാഇക്കും വതആവുനിക്കും. ഓക്കെ. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അവിടെ തന്നെ ഉണ്ട് അല്ലേ ഉത്തരവ്? അത് നിങ്ങൾക്ക് അറിയാം അല്ലേ? കുറേയൊക്കെ നമ്മുടെ പരീക്ഷാ പേപ്പറിൽ തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റും അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എ ഗ്രേഡ് ഫുള്ള് കിട്ടും. ഇത് കണ്ടാൽ മതി നിങ്ങൾ അല്ലേ? ഇത് കണ്ടാൽ ഇത് എഴുതിയെടുത്താൽ തന്നെ നിങ്ങൾക്ക് ഷുവർ. ഓക്കെ, എ ഗ്രേഡ് റെഡിയാടാ. ഇനി കുറച്ച് ഭക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത്തൈമത്ത് അല്ലേ? ഉഫദ്ദിലുഹ നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ഭക്ഷണം. ഇവിടെയാണ് പ്രശ്നം അല്ലേ? നിങ്ങൾ ഏതൊക്കെ ഭക്ഷണമാണ് കഴിക്കാറുള്ളത് നോക്കട്ടെ. അസീറുൽ ബുർത്തുക്കാൽ ഓറഞ്ച് ജ്യൂസ് അല്ലേ? നല്ലതല്ലേ? നല്ലതാണ്, സഹിയാണ്, ഹെൽത്തി ഫുഡാണ് അല്ലേ? ഓക്കെ. ഹലീബ് പാല്, ഷായ് സ്കൂളിൽ നിന്ന് ഹലീബ് കുടിക്കാറുണ്ടോ? ഓക്കെ. പഞ്ചസാര ഇട്ടാണ് കുടിക്കാറ് അല്ല അല്ലേ?
പഞ്ചസാര ഇടാറില്ല അല്ലേ? വീട്ടിൽ നിന്നോ? വീട്ടിൽ നിന്നും പഞ്ചസാര ഇല്ലാതെ തന്നെ കുടിക്കാൻ വേണ്ടി നോക്കണം അല്ലേ? ഷായ് ചായ, റുസ് ചോറ് അല്ലേ? മൗസ പഴം, മൗസുൻ എന്ന് പറയും അല്ലേ? തുഫാഹ ആപ്പിൾ, ഹുബ്സ് റൊട്ടി, സമക്കുൽ മക്ലി അല്ലേ? ഇദാമു ദജാജ ചിക്കൻ കറി അല്ലേ? നമുക്ക് അതിൻ്റെ ഫ്രൈ ഉണ്ട്, മീനിൻ്റെ ഫ്രൈ ഉണ്ട് അല്ലേ? നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുക? അന ഉഫല്ലിലു ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് റുസ ചോറിനാണ് അല്ലേ? ഞാൻ ചോറ് കഴിക്കും. അന ഉഫല്ലിലു പിന്നെ ഞാൻ എന്തിനാ അൽ മൗസ പഴത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നു. അന ഉഫല്ലിലു അസീറു ബുർത്തുക്കാൽ അല്ലേ? അതൊക്കെ എനിക്കിഷ്ടം, നിങ്ങൾക്ക് അതല്ല ഇഷ്ടം. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അതും ചേർക്കാം. ഇനി 39ാമത്തെ പേജിൽ അല്ലേ? 4ാം ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ക്ലാസ് കാണുമെന്ന് എനിക്കറിയാം. 4ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ പിന്നെ വലിയ കുട്ടികളല്ലേ, കുറേ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് ഉഷാറായിട്ട് സാധിക്കും. ഓക്കെ, അതുകൊണ്ട് ഫുള്ളായിട്ട് വീഡിയോ നിങ്ങൾ കാണുക അല്ലേ? കുറച്ച് കണ്ടാൽ മതി. എഴുതിയിട്ട് ആദ്യത്തെ 10 മിനിറ്റ് കാണുക, എന്നിട്ട് അത് പഠിക്കുക. പിന്നെ 20 മിനിറ്റ് കാണുക, അത് പഠിക്കുക അല്ലേ? ഒരുമിച്ച് കാണണമെന്നില്ല. ഒരുമിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല സ്മാർട്ട് കുട്ടികളൊക്കെ ഒരുമിച്ച് കണ്ടാൽ 2 പ്രാവശ്യം കണ്ടാൽ അവർക്ക് A ഗ്രേഡ് ഉറപ്പാണ് അല്ലേ? സ്മാർട്ട് കുട്ടികളല്ലേ നിങ്ങളൊക്കെ സ്മാർട്ടാടാ, എല്ലാവരും സ്മാർട്ടാ. സാമ്പാർ കുടിച്ചിട്ടുണ്ടോ? കൂട്ടിയിട്ടുണ്ടോ? ഓക്കെ, 39ാമത്തെ പേജിൽ ഹാദാ സാമ്പാർ, ഇത് സാമ്പാറാണ്. സാമ്പാറു മിൻ അത്ഇമത്തി സിഹിയ ഹെൽത്തി ഫുഡാണ് സാമ്പാർ. ഫീഹി എന്താ കാരണം? അതിലെന്തെല്ലാം ഉള്ളത്? ഹലറവാത്തുകളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഹലറവാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പച്ചക്കറി, വെജിറ്റബിൾസ്. ഫീഹി ബാമിയ അതിൽ വെണ്ടയുണ്ട്. ബാമിയ എന്ന് എഴുതാൻ പഠിച്ചോ? എഴുതിക്കോ, ദഫ്തറിൽ എഴുതിക്കോ. എഴുതിയല്ലോ. ബത്താത്തിസ് അല്ലേ? പൊട്ടറ്റോ, തമാത്തിം അല്ലേ? തക്കാളി ഉണ്ട്, ഫുൽഫുലുണ്ട്, ബാദിഞ്ചാനുണ്ട്, വഴുതിനങ്ങുണ്ട്, മുളകുണ്ട് അല്ലേ? ഓക്കെ. സലത്തത്തു ഫവാക്കി ഫ്രൂട്ട് സലാഡ് കഴിച്ചിട്ടുണ്ടോ? ഇഷ്ടമാണോ? ഓക്കെ, എന്താ അതിലുള്ളത്? ഹാദിഹി സലത്തത്തുൽ ഫവാക്കി, ഇത് ഫ്രൂട്ട് സലാഡാണ്. സലത്തത്തുൽ ഫവാക്കി മിൻ തആമിൽ സിഹ അത് ഹെൽത്തി ഫുഡാണ്. ഫീഹ അതിലെന്തെല്ലാം ഉള്ളത്? ഫ്രൂട്ട് സലാഡിൽ എന്താ ഉള്ളത്? അവരുടെ ഫ്രൂട്ട്സുകളുടെ പേര് എഴുതുക. എന്താ എഴുതുക? ഫ്രൂട്ട്സിന്റെ പേര്. സലത്തത്തുൽ ഹലറവാത്ത് വെജിറ്റബിൾ സലാഡ് എന്താണ് അവിടെ എഴുതേണ്ടത്? ഹാദാ സലത്തത്തുൽ ഹലറവാത്ത്, ഇത് വെജിറ്റബിൾ സലാഡാണ്. സലത്തത്തുൽ ഹലറവാത്തി ഇത് വെജിറ്റബിൾ സലാഡ്. മിനത്ത് തആമി സഹീ ഇത് എന്താണ് ഹെൽത്തി ഫുഡാണ്. എന്നിട്ടോ ഫീഹ അതിലെന്തുണ്ട്? എന്താ ഉള്ളത്? വെജിറ്റബിൾ സലാഡിൽ എന്തെല്ലാം ഉണ്ടാവുക? സാമ്പാറിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? പക്ഷെ ബത്താത്തീസ് ഉണ്ടാവുമോ? തമാത്തിം ഉണ്ടാവും അല്ലേ? പിന്നെയോ ബാദിഞ്ചാൻ ഉണ്ടാവുമോ? ഉണ്ടാവും. നോക്ക് നിങ്ങൾ. ബാമിയ ഉണ്ടാവുമോ? അപ്പൊ എന്തെല്ലാമാണ് വെജിറ്റബിൾ സലാഡിൽ ഉണ്ടാവുക? അതൊക്കെ നിങ്ങൾ എഴുതുക. ഓക്കെ, കുറച്ച് വെജിറ്റബിൾസിന്റെ പേര് നമുക്ക് പഠിക്കാം. വെജിറ്റബിൾസിന്റെ പേരുകൾ എന്തെല്ലാമാണ് ഒന്ന് പറഞ്ഞു നോക്കൂ. എന്തെല്ലാം വെജിറ്റബിൾസിന്റെ പേരുകൾ എന്തെല്ലാമാണ്? ഒന്ന് എഴുതി നോക്കൂ നിങ്ങൾ. വെജിറ്റബിൾസ് അല്ലേ? അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ അറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അതൊക്കെ എഴുതുക കേട്ടോ. ഇനി നമുക്ക് 40ാമത്തെ പേജ്, 41ാമത്തെ പേജ് അല്ലേ, 43ാമത്തെ പേജ്, അതിലൊക്കെ എന്താണ്? ഓരോ ഫുഡുകളെ പറ്റി പറയുന്നുണ്ട് അല്ലേ? ഓരോ ഫുഡുകളെ പറ്റിയും പറയുന്നുണ്ട്. അതിൽ നമുക്ക് എത്രാമത്തെ പേജ് എടുക്കാൻ അറിയാം? 47ാമത്തെ പേജ് എടുക്കാം. 47ാമത്തെ പേജ്. അതിലെന്താ ഉള്ളത്? ഓരോരുത്തരും ഓരോ ഫ്രൂട്ടും ഓരോ ഫവാക്കിഹ് അല്ലെങ്കിൽ ഹലറവാത്ത് പറയാണ്. എന്താ പറയുന്നത്? അവരെ കുറിച്ച് പറയാണ് അല്ലേ? അവരെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ലൗനി അഹ്മർ. നിങ്ങൾ പറയൂ, ഉത്തരം പറയൂ. ലൗനി അഹ്മർ, എൻ്റെ നിറം ചുവപ്പാണ്. ഷക്കിലി എൻ്റെ നിറം മുസ്തതീർ ഉരുണ്ടിട്ടാണ് അല്ലേ? ഷക്കിലുകൾ നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ കൊല്ലം? അന ലദീദ് ഞാൻ രുചിയുള്ളതാണ്. അന മിൻ ഫവാക്കിഹി ഞാൻ പഴത്തിൽപ്പെട്ടതാണ്. ഫ്രൂട്ട്സ് ഞാനൊരു ഫ്രൂട്ട്സ് ആണ്. മൻ അന ഞാൻ ആര്? അന ഞാൻ. മൻ അന ഞാൻ ആരാണ്? അത്തുഫാ അല്ലേ? ആപ്പിളാണ്. അന മിൻ ഹലറവാത്ത് ഞാൻ പച്ചക്കറിയിൽപ്പെട്ടതാണ്. ഓക്കെ. ലൗനി ബുർത്തുക്കാലി എൻ്റെ കളർ ബുർത്തുക്കാലിയാണ്, ഓറഞ്ചാണ്. അന മലീഉൻ ഫി വിറ്റാമിൻ ഞാൻ വിറ്റാമിൻ നിറഞ്ഞതാണ്. യുഹിബുനി എന്നെ ഇഷ്ടപ്പെടുന്നു. അല്ല അർണബ് ഇഷ്ടപ്പെടുന്നു. അർണബ് എന്ന് പറഞ്ഞാൽ ആരാ? മുയലാണ് അല്ലേ? മുയൽ. മൻ അന ഞാൻ ആരാണ്?
എന്താണ്, ആരാണ്? ജസർ അല്ലേ. ഇനിയോ അന മലിക്കുൽ ഫവാക്കി, ഞാൻ ആരാണ്? പഴങ്ങളുടെ രാജാവാണ്. തറാനി, നിങ്ങൾക്ക് എന്നെ കാണാം. അല ഷജറ, മരത്തിന്റെ മുകളിൽ കാണാം. അതാ നിങ്ങൾ കല്ലെടുത്തെറിയാറില്ലേ, എന്താണത് സാധനം? തഅമീ ലദീദുൻ, എനിക്ക് ഏറെ രുചിയുണ്ട്, എനിക്ക് എല്ലാവരും രുചിയോടുകൂടി കഴിക്കുന്നതാണ് അല്ലേ. മൻ അന, ഞാൻ ആരാണ്? ഓക്കെ, മാഞ്ച അല്ലേ, മാഞ്ചയാണ്, മാംഗോയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതാ ഇവിടെ നോക്കൂ നിങ്ങൾ. തുഫാഹ് പറയുന്നത് എന്താണ്? അന തുഫാഹ്, അന തുഫാഹ, ഞാൻ ആപ്പിളാണ്. തനാവൽനി, എന്നെ കഴിച്ചോളൂ. അഹ്ഫദു അസ്നാനക, നിങ്ങളുടെ പല്ലിനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാം അല്ലേ, ഞാൻ കാത്തു സൂക്ഷിക്കാം. ഓക്കെ, അന ബുർത്തുക്കാലുൻ, ഞാൻ ഓറഞ്ചാണ്, ഞാൻ ഓറഞ്ചാണ്. ലദയ്യ, എൻ്റെ അടുത്ത് കസീറും മിൻ ഫിറ്റാമിനാറ്റ്, ഫിറ്റാമിനാറ്റ് വിറ്റാമിൻ, എൻ്റെ അടുത്ത് ധാരാളം വിറ്റാമിൻസ് ഉണ്ട്. ഏതാ വിറ്റാമിൻ ഉള്ളത്? സി, വിറ്റാമിൻ അൽ വിറ്റാമിൻ സി. അഹ്മീക, ഞാൻ സംരക്ഷിക്കും. മിനൽ അംറാദ്, രോഗങ്ങളിൽ നിന്ന് നിന്നെ ഞാൻ സംരക്ഷിക്കും. അടുത്തത് അന മൗസ, ഞാൻ മൗസാണ്, ഞാൻ പഴമാണ്. ഒഅതീക, നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, എന്നെ കഴിച്ചാൽ അത്താഖത്തൽ ജിസ്മിയ, ശാരീരികമായ ശേഷി കിട്ടും, ഒരു ശാരീരികമായിട്ടുള്ള ഒരു താക്കത്ത് കിട്ടും, നിങ്ങൾ എന്നെ കഴിച്ചോളൂ അല്ലേ. ഓക്കെ, അടുത്തത് ആരാ പറയുന്നത്? നോക്കൂ, നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുന്നുണ്ട്, അത് നോട്ട്ബുക്കിൽ എഴുതിയെടുത്തോളൂ കേട്ടോ, പഠിച്ചോളൂ. അന ഖിയാറ്, ഞാൻ കക്കിരിയാകുന്നു. അന മിൻ ഹലറവാത്ത്, ഞാൻ വെജിറ്റബിൾസ് പെട്ടവനാണ്. ഉസായിദുക, ഞാൻ നിങ്ങളെ സഹായിക്കാം. അല സിഹത്തിൽ കൽബ്, നിങ്ങളുടെ കൽബിന്റെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആരോഗ്യം ഞാൻ നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാം എന്നാണ് മൂപ്പര് പറയുന്നത്. പിന്നെ ആരാളുള്ളത്? ഫിഷിലെ മീൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഏത് മീനാ ഇഷ്ടം? ഏത് സമക്കാ ഇഷ്ടം? മീൻ ഫ്രൈ ആണോ ഇഷ്ടം? കറിയാണോ ഇഷ്ടം? ഓക്കെ, ഇപ്പൊ മീൻ പൊള്ളിച്ചതുണ്ട് അല്ലേ. മീൻ സമക്കിന് നല്ല ടേസ്റ്റാ. അനസമക്കുൻ താസജുൻ, ഞാൻ നല്ല ഫ്രഷ് മീനാണ് അല്ലേ, നമുക്ക് ഫ്രഷ് മീൻ വാങ്ങാൻ കിട്ടും അല്ലേ. ഓക്കെ, അത് ഇഷ്ടംപോലെ കഴിച്ചോളൂ. മലീഉൻ ബിവിറ്റാമിൻ, വിറ്റാമിൻ നിറഞ്ഞതാണ് മത്സ്യം എന്ന് പറയുന്നത്, മീൻ എന്ന് പറയുന്നത്. കാൽസ്യം, കാൽസ്യവും നിറഞ്ഞതാണ് അല്ലേ. ഇനിയോ നമുക്ക് ഇഷ്ടപ്പെട്ട ബൈദയാണ്, എഗ്ഗാണ് അല്ലേ. നിങ്ങൾ എഗ്ഗ് കഴിക്കാറുണ്ടോ? സ്കൂളിൽ നിന്ന് എഗ്ഗ് കിട്ടാറുണ്ടോ? എത്ര എഗ്ഗ് ഒരു ദിവസം കഴിക്കും? ഒന്ന് ടൈപ്പ് ചെയ്ത് വിടൂ കമന്റ് ബോക്സിൽ. ഓക്കെ, അന ബൈദ, ഞാൻ എഗ്ഗാകുന്നു, ഞാൻ മുട്ടയാകുന്നു. അനീയത്തുൻ, സമ്പുഷ്ടമാണ്. ബി പ്രോട്ടീനാറ്റ്, പ്രോട്ടീനാറ്റ്, പ്രോട്ടീൻ അല്ലേ, ഇഷ്ടംപോലെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതാണ് എഗ്ഗ്, ബൈദ. ഓക്കെ, ഉസായിദുക, ഞാൻ നിങ്ങളെ സഹായിക്കാം. അല സിഹത്തിൽ ഖൽബി, ഹൃദയാരോഗ്യം, കൽബിന്റെ ആരോഗ്യം. വല ഐനി, ഐനെന്താ? കണ്ണ്, കണ്ണിന്റെ ആരോഗ്യത്തെ ഞാൻ നിങ്ങളെ സംരക്ഷിക്കാം. ഇനി ഇതാരാ? ബർഗർ, ബർഗർ അല്ലേ, ബർഗർ. ബർഗർ എന്താ പറയുന്നത്? വായിച്ചു നോക്കൂ. ബർഗർ ഇഷ്ടമാണോ നമുക്ക്? ബർഗർ കഴിക്കാറുണ്ടോ? അൽഹംദുലില്ലാ. തആൽ തആല ഇലയ്യ അന ബർഗർ, എന്നിലേക്ക് വരൂ, എൻ്റെ അടുത്തേക്ക് വരൂ, ഞാൻ ബർഗർ ആകുന്നു. ലദീദുൻ ജിദ്ദ, നല്ല രുചിയുള്ളതാണ് അല്ലേ. യുഹിബ്ബുനി, എന്നെ ഇഷ്ടപ്പെടുന്നു. അൽ അത്ഫാലു കസീറ, കുട്ടികളൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ഏത് ഷോപ്പിലുണ്ടെങ്കിലും കുട്ടികൾ അവിടെ എത്തിക്കോളും അല്ലേ. കുട്ടികൾ അവിടെ എത്തിക്കോളും. പക്ഷെ ശരീരത്തിന് നല്ലതാണോ? അത്ഇമത്തു സഹിയാണോ? ഹെൽത്തി ഫുഡാണോ? അല്ല അല്ലേ. ഓക്കെ, തആൽ മഈ, ഒരു ബോട്ടിൽ കിട്ടുന്ന ജ്യൂസുകളില്ലേ, പുറത്ത് തുഫാഹിന്റെ ഫോട്ടോ ഉണ്ടാവും, ബുർത്തുക്കാലിന്റെ ഫോട്ടോ ഉണ്ടാവും, ഇനബിന്റെ ഫോട്ടോ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഒന്നും ജ്യൂസായിരിക്കില്ല. എസൻസുകളും അതേപോലെ തന്നെ ശരീരത്തിന് കേടുണ്ടാക്കുന്ന ഓവറായിട്ടുള്ള കളേഴ്സ്, അലുവാനുകൾ, പിന്നെ കുറേ രസക്കൂട്ടുകൾ അല്ലേ, രുചിക്കുള്ളത് രസക്കൂട്ടുകൾ, ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവും, നല്ല സ്മെല്ലായിരിക്കും, രുചി ഉണ്ടാവും, ഓവർ മധുരം ഉണ്ടാവും. പക്ഷേ ശരീരത്തിന് നല്ലതല്ല. ജ്യൂസൊക്കെ വേണമെങ്കിൽ നമ്മൾ പുറത്തുക്കാല് ഓറഞ്ചൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ജ്യൂസ് അടിച്ച് കുടിക്കുക അല്ലേ. ഓക്കെ, ബോട്ടിലുകൾ ഒഴിവാക്കാം. തആൽ മഈ, എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് വിളിക്കാന്ന്. അന ഷറാബുൽ ആസി, അന ഷറാബുൽ ബാരിദുൻ ഹുലുവുൻ, എനിക്ക് നല്ല തണുപ്പുണ്ടാവും, രുചിയുണ്ടാവും എന്നൊക്കെ പറയാം അല്ലേ. ആദ ഷറാബുൽ ആസിയു മലീഉം ബിസുക്കർ, കൂടുതൽ
മധുരമൊക്കെ ഉള്ള സാധനമാണ് അല്ലേ. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ക്ലാസ് കഴിയാണ്. വളരെ 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 പ്രതീക്ഷയോടുകൂടി ഞാൻ കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടും, എ ഗ്രേഡ് കിട്ടും. അറബിക് പോസ്റ്റർ കണ്ട എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. സെറ്റല്ലേ? പരീക്ഷ അടിച്ചു പൊളിക്കല്ലേ? ഓക്കെ, പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് വെക്കേഷൻ വരാണ്ട് അല്ലേ? അതും നമുക്ക് അടിച്ചു പൊളിക്കണം. ഓക്കെ, സെറ്റല്ലേ? ലൈക്ക് കൊണ്ട്. ഓക്കെ, താങ്ക് യു. ശുക്രൻ. ഓക്കെ, ഗുഡ് ബൈ.